പീരുമേട് സബ് ജയിലിൽ തടവ് പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പീരുമേട് സബ് ജയിലിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കുമളി പള്ളിയക്കുടി ലബ്ബക്കണ്ട സ്വദേശി മുരുകൻ എന്ന ആളുടെ മകൻ കുമാർ 35 വയസ്സിനെയാണ് പീരുമേട് സബ് ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോക്സോ കേസിൽ കട്ടപ്പന സെഷൻസ് കോടതി റിമാൻഡ് ചെയ്ത പ്രതിയാണ് കുമാർ. കഴിഞ്ഞ 1 വർഷക്കാലമായി ഇയാൾ പീരുമേട് സബ് ജയിലിലെ തടവുകാരനാണ്. ഇയാളുടെ കേസിൻ്റെ വിസ്താരം അവസാന ഘട്ടത്തിലാണ്. കേസിനാസ്പദമായി വിധി വരാനിരിക്കെയാണ് കുമാർ തൂങ്ങി മരിച്ചത്. 2024 കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. മകളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഭാര്യയുടെ പരാതിയിലാണ് മുരുകനെ കുമളി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുമാറിൻ്റെ പെരുമാറ്റത്തിൽ വലിയ അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല എന്ന് ജയിൽ ജീവനക്കാർ പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സഹതടവുകാരോട് പ്രേതങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മുരുകൻ സംസാരിച്ചിരുന്നതായി സഹതടവുകാരും വ്യക്തമാക്കുന്നു. ഇന്ന് രാവിലെ ഭക്ഷണം വാങ്ങിയ കുമാർ ഇന്നലെ അലക്കിയിട്ട വസ്ത്രങ്ങൾ നനഞ്ഞതിനെ തുടർന്ന് ഒരിക്കൽ കൂടി കഴുകിയിടാൻ അവസരം നൽകണമെന്ന് ഡ്യൂട്ടി ഓഫീസറെ അറിയിച്ചു. ജയിലിലെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന തടവുകാരനായതിനാൽ തന്നെ മറ്റ് അസ്വാഭാവികതകൾ ഇല്ലാത്തതിനാലും ജയിൽ ജീവനക്കാർ ഇതിന് അനുവാദം നൽകി. ഭക്ഷണം വാങ്ങിവെച്ച് വസ്ത്രം അലക്കിയിടാൻ പോയ കുമാറിനെ ഏറെ നേരമായും കണ്ടില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് സഹതടവുകാരും ജയിൽ ജീവനക്കാരും ചേർന്ന് കുമാറിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.